ശ്രീ ജോബി തോമസ് എത്തിയിട്ടുണ്ട്. ആളെ പറഞ്ഞതെങ്കിൽ എത്ര ഭംഗിയായി, എത്ര മനോഹരമായി നിങ്ങൾ ചെയ്യുമായിരുന്നു. റൈറ്റ്, ഇവിടെയാണ് നമ്മുടെ അടുക്കളേക്ക് വരുന്ന പേഷ്യൻസ് ആകാം, വിശ്രാന്തരാകാം, കൊളീഗ്സ് ആകാം, ആരുമാകാം. ഈ സമയം മറ്റു ലോകത്ത് കാര്യകാരണങ്ങൾ കൃത്യമായി വ്യക്തമാക്കി കൊടുക്കണം. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറവൂർ ഏരിയ വാർഷിക യോഗം KR ഗംഗാധരൻ മെമ്മോറിയൽ ഹാളിൽ നടന്നു. ഡോക്ടർ SK ജയപ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ ആയുർവേദത്തിന് വളരെയേറെ പ്രസക്തി ഏറിയിരുന്ന ഒരു സാഹചര്യവും ഒരു കാലഘട്ടവുമാണ്. അതിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. നമുക്കറിയാം, ആയുർവേദം എന്ന് പറയുമ്പോൾ 1000 വർഷങ്ങൾക്ക് മുമ്പ്, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാരമ്പര്യ ചികിത്സാ രീതിയിലൂടെ, അന്ന് നാട്ടുവൈദ്യം, അങ്ങനെയെല്ലാം എന്ത് തന്നെയാണെങ്കിലും അതിലൂടെ കടന്നു വന്ന ആയുർവേദത്തിന്റെ ആധുനിക രീതിയിലുള്ള ഒരുപാട് ചികിത്സാ വിധികളിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന ഡോക്ടർമാർക്ക് പകരം നമ്മുടെ ബഹുജനങ്ങളെ, സാമാന്യ ജനങ്ങളെ ഇരുത്തണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ഞങ്ങളും നിങ്ങളും ആരോടാണ് സംസാരിക്കുക? പറവൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ MJ രാജു, AMAI ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മനു R മംഗലത്ത്, എറണാകുളം സോൺ സെക്രട്ടറി ഡോക്ടർ ജോയ്സ് K ജോർജ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ ദേവിദാസ് വെള്ളോടി, ജില്ലാ സെക്രട്ടറി ഡോക്ടർ എലിസബത്ത് മാത്യു, പറവൂർ ഏരിയ സെക്രട്ടറി രജനീഷ് P ജോസ്, ഏരിയ ഖജാൻജി ഡോക്ടർ രേഷ്മ VR, ജില്ലാ വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ അനിഷ വിമൽ, വനിതാ കമ്മിറ്റി കൺവീനർ ഡോക്ടർ ഗിൽഷ, ഡോക്ടർ മധു തുടങ്ങിയവർ സംസാരിച്ചു. ആയുർവേദ ഫോർ നീ ഹെൽത്ത് എന്ന വിഷയത്തെ അധികരിച്ച് ഡോക്ടർ A അർജുൻ ക്ലാസ് നയിച്ചു.